بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فهو المهتد، ومن يضلل فلن تجد له وليا مرشدا. ونشهد أن لا إله إلا الله وحده نصر عبده وأعز جنده وهزم الأحزاب وحده. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وخير الأمور عوازمها، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أيها الناس، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. صدق الله العلي العظيم. അത്രയും സ്നേഹം നിറഞ്ഞ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ജീവിതം സമർപ്പിച്ച സത്യവിശ്വാസികളായ സഹോദരീ സഹോദരന്മാരെ, സ്നേഹനിധിയായ നാഥൻ്റെ വിധിവിലക്കുകൾ സസൂക്ഷ്മം സംതൃപ്തിയോടെ ജീവിതത്തിൽ പുലർത്തിക്കൊണ്ട് പോകണമെന്ന് ആദ്യമേ എന്നോടും പിന്നീട് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇവരെയും അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട അധികാരങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ നമുക്ക് ഏവർക്കും സുപരിചിതമായതും പലപ്പോഴും നമസ്കാരത്തിൽ ആവർത്തിക്കുന്നതുമായ സൂറകളൊന്നാണ് സൂറത്തുൽ അസ്ർ. ഈ ഒരു സൂറയെ കുറിച്ച് ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി പറഞ്ഞത്, ഒരാൾ സന്മാർഗ ദർശനം ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ ചെറുതെന്ന് കരുതുന്ന ഈ 3 ആയത്ത് മാത്രമുള്ള സൂറ അത് കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തിയെങ്കിൽ ഒരാൾക്ക് അത് മാത്രം മതിയാവും സന്മാർഗ ദർശനത്തിന് അല്ലെങ്കിൽ ഹിദായത്തിന്റെ വഴിയിൽ മുന്നേറാണെന്ന് ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി പഠിപ്പിക്കുകയാണ്. നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് 2026 കാലെടുത്ത് വെച്ചൊരു സന്ദർഭമാണല്ലോ. ഈ ഒരു സന്ദർഭത്തെ പല വിധത്തിൽ ആളുകൾ നോക്കിക്കാണുന്നുണ്ട്, പല വീക്ഷണകോണുകളിലൂടെ. പക്ഷെ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ ഏതൊരു വീക്ഷണകോണിലൂടെയാണ് ഇതിനെ നോക്കിക്കാണുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഒന്നാമതായിട്ട്, പുതിയൊരു വർഷം ഗ്രിഗോറിയൻ കലണ്ടറിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വർഷം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ അശ്ശംസു വൽ ഖമറു ബിഹിസ്ബാൻ, സൂര്യനും ചന്ദ്രനും അള്ളാഹു നിശ്ചയിച്ച കണക്കനുസരിച്ചാണ് നടക്കുന്നത്. എന്ന് പറഞ്ഞാല് ഈ കണക്കും ഈ സമയവും നിർണയിച്ചത് അള്ളാഹുവാണ്. ഒരു വർഷത്തിൽ 365 ദിവസം എന്നുള്ളത്
അത് അള്ളാഹു നിശ്ചയിച്ച കണക്കിന്റെ അടിസ്ഥാനത്തിലാണ്. ചിലപ്പോൾ നമ്മൾ ഈ ഗ്രിഗോറിയൻ കലണ്ടറിന്റെ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ അതില് ചില മനുഷ്യരുടെ ഇടപെടൽ കാരണം തിരുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാല് റോമില് സീസർമാരിൽപ്പെട്ട ഓഗസ്റ്റസ് ഭരിക്കുന്ന കാലഘട്ടത്തില് ആദ്യം ഓഗസ്റ്റ് 30 അത്രേ. പക്ഷെ ഓഗസ്റ്റസ് തന്റെ പേരിലൊരു മാസം അത് കുറഞ്ഞാൽ ശരിയാവില്ലെന്ന് കരുതിയിട്ട് അതിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ഓഗസ്റ്റ് 31 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചില മനുഷ്യരുടെ ഇടപെടൽ ഉണ്ടാകേക്കാമെങ്കിലും അള്ളാഹു നിശ്ചയിച്ച കണക്കനുസരിച്ചാണ് സൂര്യൻ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ് നമ്മൾ ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ യാഥാർത്ഥ്യങ്ങളും നിലക്ക് റബ്ബിനെ കാണാൻ നമ്മൾ ശ്രമിക്കണം. അതേപോലെ തന്നെ വിശ്വാസികൾ എന്ന നിലക്ക് ഒരു പുതിയ വർഷത്തെ നമ്മൾ വരവേൽക്കുമ്പോൾ നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ് എന്തായിരിക്കണം? കാരണം നമ്മൾ ജീവിതത്തെയും ലോകത്തെയും വ്യത്യസ്തമായ വീക്ഷണങ്ങളിലൂടെ അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു വേൾഡ് വ്യൂ, ജീവിത വീക്ഷണം രൂപപ്പെടുത്തിയ ആളുകളാണല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന അനുഗ്രഹീതമായ ഈ ജീവിത കാലയളവ്, ഞാൻ നേരത്തെ ഓതി വെച്ച സൂറത്തുൽ അസ്ർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കാലം. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അള്ളാഹു അനുവദിച്ച കാലയളവ്, ചരിത്രം എന്നൊക്കെ നമുക്കതിനെ വിശേഷിപ്പിക്കാം. അള്ളാഹു നമുക്ക് അനുവദിച്ച ആയുസ് എത്രയാണോ അതിൽ നിന്ന് ഒരു വർഷം കൂടി വിട പറഞ്ഞിരിക്കുന്ന ബോധ്യമാണ് സത്യവിശ്വാസികൾക്ക് ഉണ്ടായിത്തീരേണ്ടത്. ഒരു വർഷം കൂടി വിട പറഞ്ഞിരിക്കും എന്ന് പറഞ്ഞാല് ഒരു വർഷം കൂടി ഞാൻ എൻ്റെ യഥാർത്ഥ ജീവിതമായ പാരത്രിക ജീവിതത്തിലേക്ക് അടുത്തിരിക്കാം. ഈ സൂറത്തുൽ അസ്റിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം റാസി റഹ്മഹുല്ല ഒരു ജ്ഞാനി ഉദ്ധരിക്കുന്നുണ്ട്. എന്താണ് ഇമാം റാസി പറയുന്നത്? ആ ജ്ഞാനി ഉദ്ധരിച്ചുകൊണ്ട് പറയാണ്, ഒരിക്കൽ ഒരു ഐസ് മിഠായിക്കാരനെ കാണുകയാണ്. അദ്ദേഹം കച്ചവടം നടത്തുകയാണ്. അന്നത്തെ കാലത്താണ്. ഈ ഐസ് മിഠായിക്കാരൻ പറയുന്ന ഒരു കാര്യം, മൂലധനം അലിഞ്ഞു തീരുന്ന ഈ ബിസിനസ്സുകാരനെ നിങ്ങൾ സഹായിക്കണം എന്ന് പറഞ്ഞാല് ഇന്നത്തെ പോലെ ഫ്രീസറൊന്നും ഉണ്ടായില്ലായിരിക്കാം, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നുണ്ടാവുക. അദ്ദേഹം ഓരോ നിമിഷം കഴിയുമ്പോഴും അദ്ദേഹത്തിന്റെ മൂലധനം ഇങ്ങനെ അലിഞ്ഞു തീരാണ്. പലരോട് വിളിച്ചു പറയാണെന്ത്, മൂലധനം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഈ കച്ചവടക്കാരനെ നിങ്ങൾ സഹായിക്കണം, ഇത് വാങ്ങിയിട്ട് സഹായിക്കണം, എത്രയും വേഗം വാങ്ങണം. ഇത് കേട്ടപ്പോ അദ്ദേഹം പറയുകയാണ്, ഈ സംഭവം കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി സൂറത്തുൽ അസ്റിന്റെ ഒരു യഥാർത്ഥ വ്യാഖ്യാനമാണിത് അദ്ദേഹം വിളിച്ചു പറയുന്നത്. എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദിച്ചു തന്ന സമയം, ആയുസ്, ഓരോ നിമിഷം പിന്നിടുമ്പോഴും നമുക്കത് തീർന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഓരോ നിമിഷവും നമ്മൾ ഖബറിലേക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചു തന്ന നമ്മുടെ യഥാർത്ഥ ജീവിതത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എത്രത്തോളം ആളുകൾ ഈ ഒരു മൊമെന്റിൽ അല്ലെങ്കിൽ ഇത്തരം നിമിഷങ്ങളിൽ ഈ അർത്ഥത്തിൽ ആലോചിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്? നമ്മുടെ യഥാർത്ഥ ജീവിതത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്? വിശ്വാസികൾ അവിടെയാണ് വ്യതിരിക്തരാവേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നാളെ പരലോകത്തെത്തുന്ന ഒരു സന്ദർഭത്തെ കുറിച്ച് പറയുന്നുണ്ട്. മാ ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് അള്ളാഹു ഒരു അബ്ദിനെയും ഒരു അടി മുമ്പോട്ട് നീങ്ങാൻ അനുവദിക്കുകയില്ല. ഹത്താ യുസ്അലു അൻ അർബഅ, 4 കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാതെ. എന്താണ് 4 കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് നമ്മളെ ചോദ്യം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അൻ ഉംരിഹി ഫിമാ അഫ്ന. അല്ലാഹു കൃത്യമായി ചോദിക്കും, നിങ്ങൾക്ക് ഞാൻ തന്ന ആയുസ്, സമയം, ഇത് നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ചെലവഴിച്ചത്? അൻ ഉംരിഹി ഫിമാ അഫ്ന. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ചോദിക്കും. അതിൽ ഓരോ നിമിഷവും അള്ളാഹുവിന്റെ അടുക്കൽ അതിപ്രധാനമായിരിക്കും. ഓരോ നിമിഷവും നമ്മൾ ചിലപ്പോൾ ഒരു ടൈം പാസ് എന്ന് നമ്മൾ പറയും, പക്ഷെ ഇസ്ലാമിന്റെ പെർസ്പെക്റ്റീവില് അങ്ങനെ ഒരു ടൈം പാസ് നമുക്കില്ല. നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും അള്ളാഹുള്ള ഇബാദത്തിലായിരിക്കണം, ഈ ബോധ്യത്തിലായിരിക്കണം വിശ്വാസികൾ ജീവിക്കുന്നത്. ഇബാദത്തിലല്ലാത്ത ഒരു സന്ദർഭവും നമുക്ക് കടന്നു പോകാൻ സാധ്യമല്ല. നമ്മുടെ ബിസിനസ് ആവാം, കുടുംബവുമായിട്ട് ഇടപാടുകളാകാം, നമ്മുടെ പഠനമാകാം, കരിയറാകാം, എല്ലാത്തിനെയും അള്ളാഹുവിന്റെ ഇഷ്ടത്തിനനുസരിച്ചുകൊണ്ട് ചെലവഴിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് യഥാർത്ഥ വിശ്വാസികളായി മാറാൻ സാധിക്കുക. അപ്പൊ അള്ളാഹു ചോദിക്കുന്നതാണ്, എന്തിനു വേണ്ടിയിട്ട് നിങ്ങളുടെ ആയുസ് ചെലവഴിച്ചെന്ന് അള്ളാഹു കൃത്യമായി ചോദിക്കും. നമ്മൾ വിചാരിക്കും അതിൽ ഓരോ സെക്കൻഡ് ഇമ്പോർട്ടന്റ് ആണ്,
ഓരോ സെക്കൻഡ് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയുമോ, ചിലപ്പോൾ നമുക്ക് ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ് എന്നുള്ളത് നമുക്ക് എത്ര വാല്യൂ ഇല്ലാതിരിക്കാം. പക്ഷേ പ്രകാശം ഒരു സെക്കൻഡ് കൊണ്ട് 1,80,000 കിലോമീറ്ററുകളോളം സഞ്ചരിക്കുന്നു പറയുമ്പോൾ അപ്പൊ നമുക്ക് മനസ്സിലാവുന്നത് ഒരു സെക്കൻഡിനും എത്രമാത്രം വാല്യൂ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും, അല്ലെ? അപ്പൊ നമ്മൾ ആ അർത്ഥത്തില് അള്ളാഹു തന്ന ആയുസ്സിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. ഒരു സെക്കൻഡിന് വാല്യൂ ഉണ്ടെന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യരെ കുറിച്ച് പറയുന്നുണ്ട്. ഈ മനുഷ്യർ ഏറ്റവും അശ്രദ്ധയിലാവുന്ന 2 കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ്? അസ്സഹതു വൽ ഫറാഗ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിഅമതാനി മഗ്ബൂനു ഫീഹിമാ കസീറു മിനൻ നാസ്. ജനങ്ങളിലെ മെജോറിറ്റി ആളുകളും അശ്രദ്ധരാകുന്ന 2 അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ. ഒന്നാമത്തെ എന്താണ്? ആരോഗ്യം. രണ്ടാമത്തെ എന്താണ്? ഒഴിവ് സമയം. നമുക്ക് അള്ളാഹു തന്ന ഈ സമയം അല്ലെങ്കിൽ ഒഴിവ് സമയത്തെ കുറിച്ച് അള്ളാഹു ചോദിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, എന്നാൽ മെജോറിറ്റി ആളുകളും അള്ളാഹു നൽകിയ ഈ സമയത്തെ കുറിച്ച് അശ്രദ്ധരാണ്. അതിനെ വാല്യൂ ചെയ്യുന്നില്ല, അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നില്ല. ഓരോരുത്തരും ചിന്തിക്കുന്നതാണ്, എനിക്ക് നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം, പിന്നീടാകാം എന്ന് പറഞ്ഞ് അവരുടെ ആഖിറവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാറ്റിവെക്കുകയാണ്. എന്നാൽ ഒരു നിമിഷം മരണത്തിന്റെ മാലാഖ എത്തുമ്പോ ഈ മനുഷ്യന്മാർ എന്താ പറയാ? ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. പടച്ചോനെ, ഒരു സെക്കൻഡ് തന്നെങ്കിൽ, അള്ളാഹു ചെറിയൊരു അവധി തന്നെങ്കിൽ ലഅസ്സദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ, ഞാൻ എന്ത് ചെയ്യും? സ്വതക്ക ചെയ്തു കൊള്ളാം, ഞാൻ സ്വാലിഹീങ്ങളിൽ പെട്ടുകൊള്ളും, ഞാൻ നന്നായിക്കൊള്ളാം. അല്ലെങ്കിൽ മനുഷ്യ കരഞ്ഞു പറയും, ലൗ അന്നലി കറ, അള്ളാഹുവെ ഒരു ചെറിയൊരു ചാൻസ് തന്നില്ലെങ്കിൽ ഞാൻ നന്നായിക്കൊള്ളാം, ഞാൻ യഥാർത്ഥ വിശ്വാസിയായിക്കൊള്ളാം. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല വലയുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജ്ലുഹാ, അവധി വന്നാൽ അള്ളാഹു ചെയ്യൂല, ഒരു സെക്കൻഡ് പോലും നീട്ടിത്തരില്ല. എന്ന് പറഞ്ഞാല് മരണം എത്തുന്ന സന്ദർഭത്തിൽ, മരണത്തിന്റെ മാലാഖ എത്തുമ്പോ അന്ന് മനുഷ്യൻ ചോദിക്കും, ഒരു സെക്കൻഡിന് വേണ്ടിയായിരിക്കും, ഒരു നിമിഷത്തിന് വേണ്ടിയായിരിക്കും. അന്ന് മനുഷ്യന് മനസ്സിലാവും, എൻ്റെ ജീവിതത്തിലെ ഓരോ മൊമെന്റുകളും എത്രമാത്രം എനിക്ക് ഇമ്പോർട്ടന്റ് ആയിരുന്നു. പക്ഷേ ആ നിമിഷത്തിൽ അള്ളാഹു അവന് സമയം കൊടുക്കൂല. ഇതിനെ വിശദീകരിക്കുന്നിടത്ത് മുഫ്സികൾ പറയുന്ന ഒരു സംഭവമുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ പരലോകത്തെ കുറിച്ച് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക അദ്ദുന്യ മസ്റഅത്തുൽ ആഖിറ. നമ്മൾ ചിന്തിക്കണം കേട്ടോ. ഒരു പ്രസംഗമോ ഖുതുബയോ കേൾക്കാണ്, നമ്മുടെ ജീവിതത്തെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സൂറത്തുൽ അസ്റിൽ പ്രത്യേകമായി പറയുന്നത്, നിങ്ങൾ ഈ കാലവും ചരിത്രവും പഠിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യരൊക്കെ നഷ്ടത്തിലാണ്. എക്സെപ്ഷൻ ഇല്ല 4 ഗുണങ്ങൾ ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് അതിനെ കുറിച്ച് പിന്നീട് പറയാം. മനുഷ്യരൊക്കെ നഷ്ടത്തിലാണ്, അതിന് കാലവും ചരിത്രവും സാക്ഷിയാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു നമുക്ക് അനുവദിച്ചു തന്ന ഈ ആയുസ്സിലെ ഓരോ സെക്കൻഡുകളും നമുക്ക് ഇമ്പോർട്ടന്റ് എന്ന് മനസ്സിലാവുക മരണത്തിന്റെ മാലാഖ എത്തുമ്പോഴാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദുന്യ മസ്റഅത്തുൽ ആഖിറ, യഥാർത്ഥത്തിൽ എന്റെ ദുനിയാവ് ഒന്നുമായിരുന്നില്ല, ഞാൻ എല്ലാമായി കണക്കാക്കിയിരുന്ന എന്റെ ദുനിയാവിലെ ജീവിതം യഥാർത്ഥത്തിൽ എന്റെ പരലോകത്തേക്ക് എനിക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള മൊമെന്റുകളായിരുന്നു. പക്ഷെ ഞാൻ അതിനെ ആ അർത്ഥത്തിൽ മനസ്സിലാക്കിയില്ല. ഇങ്ങനെ മനസ്സിലാക്കാത്ത ആളുകളാണ് അള്ളാഹുവിന്റെ മുമ്പിൽ ഈ മരണത്തിന്റെ മാലാഖ എത്തുമ്പോൾ വിലപിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദുന്യ മസ്റഅത്തുൽ ആഖിറ. അതുകൊണ്ട് ഈ ആഖിറത്തിന് വേണ്ടി ദുനിയാവിനെ എങ്ങനെ ചെലവഴിക്കുന്നു? അതിന് പറയുന്ന ഒരു എക്സാമ്പിൾ എന്താ ചോദിച്ചു കഴിഞ്ഞാല്, നമ്മളൊക്കെ ജീവിതത്തിൽ പരീക്ഷ എഴുതിയിട്ടുണ്ടാവും, അല്ലെ? ഏതെങ്കിലും അർത്ഥത്തിൽ പരീക്ഷ എഴുതിയിട്ടുണ്ടാവുമല്ലോ. SLC ആവാം, എൻട്രൻസ് എക്സാമുകളാകാം, ഇങ്ങനെ പല പരീക്ഷകൾ എഴുതിയിട്ടുണ്ടാവും. ഈ പരീക്ഷാ ഹാളുകളിൽ മികച്ച വിദ്യാർത്ഥികൾക്ക് പലപ്പോഴും അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി ചോദിച്ചു കഴിഞ്ഞാൽ സമയം ഉണ്ടാവില്ല, അല്ലെ? അവിടെ ടീച്ചേഴ്സ് നേരത്തെ തന്നെ പറയുന്നത് സമയം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, അത് നിങ്ങൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ മൊത്തം വായിക്കണം, എളുപ്പമുള്ള എഴുതണം, ഇങ്ങനെ കുറെ ടെക്നിക്കുകൾ പറഞ്ഞു തരും. എന്ന് വെച്ചാൽ നമുക്ക് അനുവദിച്ച ആ സമയത്തിലെ ഓരോ സെക്കൻഡുകളും ഭയങ്കര ഇമ്പോർട്ടൻ്റ് നമുക്ക് മനസ്സിലാവും, അല്ലെ? അതുകൊണ്ട് തന്നെ ചില ആളുകൾ ഇതുവരെ വാച്ച് കെട്ടാത്ത ആളുകൾ വരെ എന്ത് ചെയ്യും, പരീക്ഷാ ഹാളിൽ വാച്ച് കെട്ടിയിട്ട് പോവാം. കാരണം ഓരോ സെക്കൻഡ് മുമ്പോട്ടോ മനസ്സിലാണ്. 1 മണിക്കൂർ കഴിഞ്ഞാൽ 2 മണിക്കൂർ കഴിഞ്ഞാൽ അവസാനത്തെ മണിക്കൂറുകൾ എത്തും എന്ത് ചെയ്യുന്നു, കൂടുതൽ സ്പീഡിൽ എഴുതാൻ തുടങ്ങും. പക്ഷെ തീർന്നിട്ടില്ലെങ്കിലോ? അപ്പൊ ഓരോ സെക്കൻഡാണ് ഇമ്പോർട്ടന്റ് ആയിരിക്കും. തീർന്നിട്ടില്ലെങ്കിൽ അവൻ ചിലപ്പോ പരീക്ഷാ കൺട്രോളറോട്, അവളുടെ ടീച്ചറോട് യാചിക്കും, കുറച്ച് സമയം കുറച്ചും കൂടി എഴുതിക്കോട്ടെ എന്ന് ചോദിക്കും. പക്ഷെ അവിടെ സമയം കൊടുക്കൂല. പക്ഷെ ജീവിതത്തിലെ ഏത് പരീക്ഷകളും അതെത്ര വലുതാണെങ്കിലും അത് എഴുതി പരാജയപ്പെട്ടാലും മനുഷ്യന് വീണ്ടും എഴുതാൻ പറ്റും. ചിലപ്പോൾ ചില പരാജയങ്ങൾ അവന്റെ ജീവിതത്തിൽ അവന്റെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളായി മാറാറുണ്ട്, അല്ലെ?
ചില പരാജയങ്ങൾ, അല്ലെങ്കിൽ ചില വീഴ്ചകൾ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പരീക്ഷാ ഹാള് പോലെയല്ല ഈ ദുനിയാവിലെ പരീക്ഷാ ഹാൾ എന്ന് പറയുന്നത്. ആ പരീക്ഷ അവസാനിച്ചു കഴിഞ്ഞാൽ, ഈ പരീക്ഷയ്ക്ക് നിർണയിച്ച ആ മൊമെന്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സെക്കൻഡ് മനുഷ്യന് തരികയില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, പുതിയ വർഷം വരുമ്പോ ഈ അർത്ഥത്തിൽ അള്ളാഹു നമുക്ക് തന്ന ഈ ക്ഷണികമായ ജീവിതത്തെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കണം, ഒന്ന് ആലോചിക്കണം. അത് ഞാൻ എങ്ങനെ ചെലവഴിച്ചു, അൻ ഉംറിഹി ഫീമാ അഫ്നാഹ്, എന്റെ ആയുസ് ഞാൻ എങ്ങനെ ചെലവഴിച്ചതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഹസിബു ഖബ്ല അൻ തുഹാസബു, ആ വിചാരണക്ക് മുമ്പ് ഇങ്ങനെ ചില സ്വയം വിചാരണകൾ നടത്തുന്നവനാണ് യഥാർത്ഥത്തിൽ വിജയിക്കുന്നവൻ എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ വിചാരണ നടത്തുന്നവരെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞത്? സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ടല്ലോ, മൻ അക്കിയസുൻ നാസി വ അക്രമുഹും, ജനങ്ങൾ ഏറ്റവും ബുദ്ധിമാൻ. അക്കിയസ് എന്ന സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. അവരിൽ ഏറ്റവും ആദരണീയരാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറുപടി എന്താണ്? അശദ്ദുഹും ദിക്റൻ ലിൽ മൗത്ത്, ഏറ്റവും കൂടുതൽ മരണത്തെ ഓർക്കുന്ന ആളുകൾ എന്ന് പറയുന്നത്. അശദ്ദുഹും ഇസ്തിഅദാദൻ ലഹു, അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ, ഈ മരണാന ജീവിതത്തെ ഫോക്കസ് ചെയ്യുന്ന ആളുകൾ. അപ്പൊ ഇസ്ലാമിന്റെ ഒരു പേഴ്സ്പെക്റ്റീവ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, യഥാർത്ഥത്തില് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പ് നൽകിയ ഒരു കാര്യമുണ്ട്. എന്താണത്? അവന്റെ ദുനിയാവിന്റെ കാര്യം, അവന്റെ റിസ്ക്കിന്റെ കാര്യം അള്ളാഹു ഉറപ്പ് നൽകിയതാണ്. പക്ഷെ സൂറത്തുൽ തകാസുറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നമ്മൾ പലപ്പോഴും ആളുകൾ കാണുമല്ലോ, അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് നമ്മൾ ആലോചിക്കും, എന്താല്ലേ നമ്മൾ വിശ്വാസികളാണ്, നമ്മൾ മുഅ്മിനീങ്ങളാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട്, നിങ്ങൾ മുഅ്മിനീങ്ങളായാൽ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് പേടിയില്ല, ദുഃഖമില്ല, ടെൻഷൻ ഒന്നുമില്ല. പക്ഷെ എനിക്ക് ടെൻഷൻ ഒഴിഞ്ഞൊരു ജീവിതമില്ല. സമാധാനം എപ്പോഴും ആഗ്രഹിക്കും, പക്ഷെ സമാധാനം എനിക്ക് കിട്ടുന്നില്ല. എന്താ ഇതിന്റെ കാരണം? ഇതിന്റെ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ തകാസുറിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ഫോക്കസ് എവിടെയാണ്? ആ മരണാനന്തര ജീവിതമാണോ അല്ലെങ്കിൽ ദുനിയാവാണോ? അൽഹാഖുമുത് തകാസുർ, നിങ്ങൾ എപ്പോഴും ഈ ദുനിയാവിനെ കുറിച്ച്, ദുനിയാവിലെ ഭാവിയെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ച് അത് സ്വരുക്കൂട്ടി വെക്കാൻ വേണ്ടിയുള്ള വ്യഗ്രതയിൽ അതിനുവേണ്ടി ജീവിതം ചെലവഴിച്ച് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും, മക്കളെ പഠിപ്പിക്കുന്നതും ജീവിതത്തിലെ എല്ലാ പ്ലാനിങ്ങുകളും ഈ ദുനിയാവ് ആഗ്രഹിച്ചായിരിക്കും, ദുനിയാവ് സ്വപ്നം കണ്ടായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരിക്കലും സ്വസ്ഥത കിട്ടൂല. അവർ മണ്ടന്മാരാണ്, വിഡ്ഢികളാണ്. അങ്ങനെ പറയാൻ കാരണം എന്താണ് മണ്ടന്മാര് വിഡ്ഢികൾ എന്ന് പറയാൻ കാരണം? കാരണം നിങ്ങളുടെ ദുനിയാവിന്റെ കാര്യത്തിൽ നിങ്ങൾ എത്ര പരിശ്രമിച്ചാലും എത്ര എഫേർട്ട് ഇട്ടാലും അള്ളാഹു നിശ്ചയിച്ചതിൽ നിന്ന് ഒരണു കൂടുകയോ കുറയുകയോ ചെയ്യൂല. അള്ളാഹു നിശ്ചയിച്ചതും കിട്ടുള്ളൂ. അള്ളാഹു നിശ്ചയിച്ചതിലപ്പുറം ഒരു മനുഷ്യനും കിട്ടൂല. അപ്പൊ നമ്മൾ വിചാരിക്കും, അപ്പൊ ദുനിയാവിനുണ്ട് പണിയെടുക്കണ്ടേ? പണിയെടുക്കണം, നിങ്ങളാ കഴിയും നിങ്ങൾ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലൻ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിൻ റിസ്ഖിഹി, അല്ലാഹു നിങ്ങൾക്ക് ഭൂമി ഒരുക്കി തന്നു, നിങ്ങൾ അതിന്റെ വിരിമാനിലൂടെ നടക്കണം, റിസ്ഖ് നിങ്ങൾ ഭക്ഷിക്കണം എന്ന് പറഞ്ഞാല് റിസ്ഖ് അന്വേഷിക്കണം. പക്ഷെ എത്ര തരണം തീരുമാനിക്കുന്ന ആരാണ്? അത് അല്ലാഹു മാത്രമാണ്. എത്ര തീരുമാനിക്കുക അല്ലാഹു മാത്രമാണ്. അതിനെക്കുറിച്ച് നിങ്ങൾ എത്ര ബോധമായും ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. എഫേർട്ട് ഇടേണ്ട ബാധ്യത നിങ്ങൾക്കാണ്, പക്ഷെ എത്ര തരണം തീരുമാനിക്കുക അല്ലാഹുവാണ്. പക്ഷേ ആഖിറത്തിന്റെ കാര്യം അങ്ങനെയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൈറുൻ നാസ്, ജനങ്ങൾ ഏറ്റവും ഉത്തമ ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. ആരാണവർ? മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, ആയുസ് ദീർഘിച്ചു, അമലുകൾ നന്നായിട്ടുണ്ടെങ്കിൽ അവനാ പരലോകത്ത് വിജയം ഉണ്ടാവുക. എന്ന് പറഞ്ഞാല് പരലോകത്ത് നിങ്ങൾക്ക് എത്ര കിട്ടണം, എന്ത് സ്ഥാനം വേണമെന്ന് തീരുമാനിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താ? നിങ്ങളുടെ അമലുകളാണ്. നിങ്ങൾ ഓരോ സെക്കൻഡ് എങ്ങനെ സ്പെൻഡ് ചെയ്തു, പിന്നെ അള്ളാഹുവിന്റെ റഹ്മത്ത് നിങ്ങൾക്ക് ലഭിക്കും. പക്ഷെ ആഖിറത്തില് അല്ല ദുനിയാവില് നിങ്ങളുടെ റിസ്ക്കിന്റെ കാര്യത്തിൽ അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഓരോ സെക്കൻഡ് ഇമ്പോർട്ടന്റ് ആണ്. ഇസ്ലാം വളരെ ബാലൻസ്ഡ് ആയിട്ടാണ് ഇതിനെ അപ്രോച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, സൂറത്തുൽ ജുമുഅയിൽ നമ്മൾ സാധാരണ ഓതുന്ന ആയത്തുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്. ഇസ്ലാം ഭയങ്കര ഒരു ബാലൻസിങ് അപ്രോച്ചാണ്. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം. നിങ്ങൾ ജുമാ ദിവസം പള്ളിയിലേക്ക് വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്, അർത്ഥം എന്താ? ഇമ്മീഡിയറ്റ് ആയിട്ട്, പിന്നെ ഒന്നും വെയിറ്റ് ചെയ്യാൻ പാടില്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ പള്ളിയിലേക്ക് വരണം. അപ്പൊ അവിടെ നിങ്ങളുടെ ആ ഉപജീവന മാർഗമൊക്കെ നിർത്തിവെച്ച് പള്ളിയിലേക്ക് വരണം. അവിടെ ഒന്നും വെയിറ്റ് ചെയ്യാൻ പാടില്ല. അതാണ് ഫ എന്ന വാക്കിന്റെ അർത്ഥം. പക്ഷേ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാലോ, ദിക്റും ദുആ കഴിഞ്ഞാലോ, പിന്നെ അവിടെ നിന്ന് വർത്താനം പറയരുത്. പിന്നെ എന്താ ചെയ്യേണ്ടത്? ഫന്തശിറു, ഇമ്മീഡിയറ്റ് ആയി നിങ്ങൾ എന്ത് ചെയ്യണം? ഭൂമിയിലേക്ക് വ്യാപരിക്കണം. അവിടെ ഫളിൽ എന്നതിനെ കുറിച്ച് മുഫസ്സിറുകൾ അർത്ഥം കൊടുത്തത് റിസ്ഖ് എന്നാണ്.
അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ച റിസ്ക് നിങ്ങൾ തേടണം, ഉപജീവന മാർഗം തേടണം. ഇസ്ലാം എത്രമാത്രം ബാലൻസ്ഡ് ആണ്. അതായത് നിങ്ങൾ നമസ്കാരത്തിന് വിളിക്കപ്പെട്ട അതിലേക്ക് വരണം, നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരിക്കാനല്ല, മറിച്ച് എന്ത് ചെയ്യുന്നത്, ഇമ്മീഡിയറ്റ് നിങ്ങൾ ഉപജീവനം തേടണം. അള്ളാഹു അതിനെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ അള്ളാഹു നിങ്ങൾ ദിക്ർ ചെയ്താൽ നിങ്ങൾ വിജയിച്ചേക്കാം. നിങ്ങൾ ബിസിനസ് ചെയ്തോ കച്ചവടം ചെയ്തോ നല്ല കാര്യമാണ്, അള്ളാഹുവിന്റെ അടുക്കൽ ഇബാദത്താണ്. പക്ഷെ അള്ളാഹുവിന്റെ ദിക്ർ നിങ്ങൾ തടയാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഓരോ മൊമെന്റുകളും, അപ്പൊ നമുക്ക് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഓഫ് ജോബ് എന്നാ. നിങ്ങൾക്ക് ഉറക്കം അള്ളാഹു ലിബാസ, രാത്രി നിങ്ങൾക്ക് വസ്ത്രമാക്കി, നിങ്ങൾ വിശ്രമിക്കണം. പക്ഷെ ദുനിയാവില് ബാക്കിയുള്ള സമയം നിങ്ങൾക്ക് എങ്ങനെയാണ് ചേഞ്ച് ഓഫ് ജോബ് അല്ലെ? നിങ്ങളുടെ ഒരു പണി കഴിഞ്ഞാൽ അടുത്തതിലേക്ക് വ്യാപൃതലാകാനാണ്, അതാണ് നിങ്ങളുടെ റെസ്റ്റ് ഉള്ളത്. സൂറത്ത് ഷറഹിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഫൈദാ ഫറഗത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. നിങ്ങളൊരു കാര്യത്തെ ഒരുമിച്ച് എന്ത് ചെയ്യുക, ഫൻസബ്, ഇമ്മീഡിയറ്റ് അടുത്തതിലേക്ക് പോകണം. വഇലാ റബ്ബിക ഫർഗബ്, അങ്ങനെ നിങ്ങൾ അള്ളാഹുവിലേക്ക് എന്ത് ചെയ്യണം, ആഗ്രഹിച്ച് നിങ്ങൾ ചെല്ലേണ്ടതുണ്ട്. അങ്ങനെ അള്ളാഹുവിലേക്ക് ചെല്ലാൻ ഇങ്ങനെ സ്പെസിഫിക് റൂട്ടല്ല. നിസ്കരിച്ചാൽ മാത്രം അള്ളാഹുലേക്ക് എത്താം, അങ്ങനെയല്ല. നമസ്കാരം വേണം, നമ്മുടെ ഇബാദത്തുകൾ വേണം, കുടുംബം വേണം, കച്ചവടം വേണം, ഉപജീവനം വേണം. ഇതെല്ലാം ചേരുന്നതാണ് ദീൻ. ഇതിനെ ബാലൻസ് ചെയ്തുള്ള ഒരു ലൈഫ് ഒരാൾക്ക് നയിക്കാൻ കഴിയുമെങ്കിൽ അവിടെയാണ് എന്ത് ചെയ്യുന്നത്, അവന്റെ ജീവിതത്തിൽ ഖൈർ ഉണ്ടാവുക. യഥാർത്ഥ വിശ്വാസിയുടെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? രാവിലെ സുബഹിയിൽ മിനിമം സുബഹി തഹജ്ജുദ് തുടങ്ങണം. സുബഹിയിൽ തുടങ്ങി ഇശാ നമസ്കാരത്തിൽ അവസാനിക്കുന്ന ഒരു ദിവസം എത്ര സുന്ദരമായിരിക്കും ആ ദിവസം അല്ലെ? അള്ളാഹുവിന്റെ ദിക്റിൽ തുടങ്ങി അള്ളാഹുവിന്റെ ദിക്റിൽ തന്നെ അവസാനിക്കുന്ന ജീവിതം മുഴുവൻ അള്ളാഹുവിന്റെ ദിക്റിലാകുന്ന ഒരു ജീവിതം. അങ്ങനെ സുന്ദരമായ ജീവിതം കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കണം. ദീനിനെ കുറിച്ച് അറിയുക, നമ്മുടെ ലൈഫിലെ ഓരോ മൊമെന്റുകൾ നമ്മൾ ആ അർത്ഥത്തിൽ ബാലൻസ് ചെയ്യുക. സവിശേഷമായി അള്ളാഹു നമുക്ക് അനുഭവിച്ച ആയുസ് നമ്മൾ അങ്ങനെ കാണേണ്ടതുണ്ട്. ആയുസ് നമ്മൾ അങ്ങനെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഈ ആയുസിനെ കുറിച്ച് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്പെസിഫിക്കലി പറഞ്ഞൊരു കാര്യം പറയാം. ഈ ആയുസിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയത 4 കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാതെ നിങ്ങൾക്ക് ഒരു കാലടിപ്പാട് വെക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിന് പ്രത്യേകം പറയുന്നുണ്ട്. വാൻ ശബാബിഹി ഫീമാ അഫ്നാ, ഒരു പ്രത്യേകം ചോദിക്കോട്ടോ. ആയുസ്സിൽ നിങ്ങൾക്ക് ഷബാബ്, യുവത്വം എന്ന് പറഞ്ഞാൽ മാനസികമായും ശാരീരികമായിട്ടും ഏറ്റവും കൂടുതൽ ശക്തിയുള്ള സമയം, അത് നിങ്ങൾ അള്ളാഹുവിന് കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടോ? നിങ്ങളുടെ യുവത്വം, അത് പ്രായം എന്നതിനേക്കാൾ നമുക്ക് ഖുവ്വത്തുള്ള സമയം, അത് അള്ളാഹുവിന് കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ച് യുവാക്കളോട് പറയാനുള്ളത്, നമുക്ക് അള്ളാഹു അനുവദിച്ച സമയം അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്പെൻഡ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ള ആളുകൾക്കാണ് അള്ളാഹുവിന്റെ അടുക്കൽ വിജയം ഉണ്ടാവുക. എത്ര സ്വഹാബികളെ നമുക്കറിയാം അല്ലെ? ജീവിതത്തിൽ എത്രയോ ഭൗതികമായതിൽ കിട്ടിയിട്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിതം ചെലവഴിച്ച എത്ര മഹാന്മാരെ നമുക്കറിയാം. ഇസ്ബിൻ ഉമർ റളിയല്ലാഹുവിനെ പോലെയുള്ള പല ആളുകളെയും. അങ്ങനെ യുവാക്കൾ സൂറത്തുൽ കഹ്ഫ് പഠിക്കുമ്പോൾ പ്രത്യേകം പഠിക്കുന്നുണ്ട്. അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് പറയുമ്പോൾ ഇന്നഹും ഫിത്യത്തുൻ ആമനു ബിറബ്ബിഹിം, അള്ളാഹുവിന് സമർപ്പിച്ച ഫിത്യത്ത്, ഒരുപറ്റം യുവാക്കൾ. അങ്ങനെ മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ യുവത്വത്തെ കുറിച്ച് അള്ളാഹു പ്രത്യേകമായി ചോദിക്കുമെന്ന ബോധ്യവും ജാഗ്രതയും നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. എന്നോട് പറഞ്ഞാല് നമ്മുടെ ഓരോ സെക്കൻഡ് ഇമ്പോർട്ടന്റ് ആണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സെക്കൻഡ് ഇമ്പോർട്ടൻസ് കൂടി മനസ്സിലാക്കാനായിരിക്കും ഒരു ഹദീസിൽ പറഞ്ഞത്, നിഅമതാനി ഖഫീഫതാനി അലൽ ലിസാൻ സഖീലതാനി ഫിൽ മീസാൻ. അപ്പോൾ നമ്മൾ ചോദിക്കും, ഒരു സെക്കൻഡിൽ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ നാവിന് വളരെ എളുപ്പമുള്ളതും എന്നാൽ അള്ളാഹുവിന്റെ അടുക്കൽ മീസാനിൽ വലിയ ഭാരമുള്ളതുമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ഇല്ലൊന്ന് പറഞ്ഞോക്ക്, എത്ര സെക്കൻഡ് വേണം നമുക്ക് യാത്രയിലും നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴും അല്ലെ വെറുതെ നടക്കുമ്പോഴൊക്കെ നമുക്ക് പറയാൻ പറ്റുമല്ലോ അല്ലെ? ഡ്രൈവ് ചെയ്യുമ്പോൾ പറയാം. എത്ര മൊമെന്റുകൾ നമുക്ക് പറയാം. വീട്ടിൽ ജോലികൾ ഏർപ്പെടും പറയാം സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ഇതിന്റെ പ്രത്യേകത എന്താണോ? ഈ ദുനിയാവിൽ ചിലപ്പോ ഒരു മാർക്കൊക്കെ മിസ്സായാൽ ആളുകൾ കരയുന്ന കാണാം അല്ലെ? നല്ല പഠിപ്പിച്ച ചില കുട്ടികളൊക്കെ അല്ലെ, അങ്ങനെ ചെയ്താൽ മതി, അത്ര ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു. പക്ഷെ നാളെ അള്ളാഹുവിന്റെ അടുക്കല് നമുക്ക് കിട്ടിയൊരു സ്ഥാനത്ത് നിന്ന് പിന്നെ മുകളിലേക്ക് മാറാൻ പറ്റും ഇല്ല. പക്ഷേ ചിലപ്പോ ഒരു സുബ്ഹാനല്ലാഹ് കൊണ്ടായിരിക്കും, ഒരു അൽഹംദുലില്ലാഹ് കൊണ്ടായിരിക്കും, അല്ലാഹു അക്ബർ കൊണ്ടായിരിക്കും നമ്മുടെ ദർജകൾ ഇങ്ങനെ വരാം. ചിലപ്പോൾ നമ്മളെ പ്രിയ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ചാരത്തുള്ള സ്പേസ് നമുക്ക് മിസ്സാവുന്നത് ഏതോ ഒരു സുബ്ഹാനല്ലാഹ് കൊണ്ടാണെങ്കിൽ എത്ര നഷ്ടകാരികളായിരിക്കും നമ്മൾ എന്ന് പറഞ്ഞാല്. ഇങ്ങനെ ഓരോ മൊമെന്റുകളെ നമ്മൾ കാണുക. ഇമാം ഹസൻ ബസരി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, ഓരോ ദിവസം തുടങ്ങുമ്പോഴും നിങ്ങൾക്ക് ഫീലിംഗ് ഉണ്ടാകണം. എന്താ ഫീലിംഗ് എന്നോ? ഈ പ്രഭാതം വിടരുമ്പോ നമുക്ക് ഫീൽ ചെയ്യണം, ഒരു വിളിയാളം വിളിച്ചു പറയും, യബ്ന ആദം, അല്ലയോ മനുഷ്യ, അന ഖൽഖുൻ ജദീദ്, ഞാനൊരു പുതിയ സൃഷ്ടിയാണ്, വഅല അമലിക ഷഹീദ്, നിന്റെ എല്ലാ അമലുകൾക്കും ഞാൻ സാക്ഷി കേട്ടോ. അതുകൊണ്ട് ഫതസവ്വദ് മിന്നി ബിഅമലിൻ സാലിഹ്, സൽക്കർമ്മങ്ങളോട് നീ എന്നെ പരിധിയിലാക്കുക. കാരണം
കഴിഞ്ഞില്ല നിങ്ങൾക്ക് ദുനിയാവിൽ നഷ്ടമായി എന്തു തിരിച്ചു പിടിക്കാം, പക്ഷേ സമയം അത് നഷ്ടപ്പെട്ടാൽ ഖിയാമത്ത് നാളെ ഒരു തിരിച്ചു കിട്ടൂല. ഈ ബോധ്യത്തില് ഒരു പുതിയ വർഷത്തിന്റെ റെസൊല്യൂഷൻസ് ഒക്കെ ഉണ്ടാക്കി അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ഒരു ബോധ്യത്തോട് കൂടിയിട്ട് ഒരു പുതിയ ജീവിതം തുടങ്ങാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അർത്ഥത്തിൽ ജീവിതത്തെക്കുറിച്ച്, സമയത്തെക്കുറിച്ച്, ആയുസ്സിനെ കുറിച്ച് തിരിച്ചറിവുള്ള യഥാർത്ഥ മുഅ്മിനീങ്ങൾ മുത്തഖീങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വലിസാഇൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് അസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. سورة الله العظيم. الله വസിയത്ത് ചെയ്യുക. അല്ലാഹു നമ്മെ വലിയ അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു ഉമർ റളിയല്ലാഹു ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മുടെ സ്നേഹത്തിൽ തോളിൽ കൈവച്ചുകൊണ്ട് ഒരു കാര്യം പറയുന്നു. അപ്പോൾ നമുക്ക് ഫീൽ ചെയ്യാം, നമ്മുടെ പ്രിയ ഹബീബ് നമ്മളോട് പറയുന്നത് നമുക്ക് ഫീൽ ചെയ്യാം. അത് നല്ല ഉപദേശമാണ്. കുൻ ഫിദ് ദുനിയ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ. ദുനിയാവിൽ ജീവിക്കുന്ന ഓരോ മൊമെന്റിലും നീ ഒരു പ്രവാസിയെ പോലെ, വഴിയാത്രക്കാരനെ പോലെ ആവുക, അല്ലേ? പ്രവാസിയും വഴിയാത്രക്കാരനും അവർക്കൊരു ലക്ഷ്യം ഉണ്ടാവും. പ്രവാസി നാടിൻ്റെ സ്വപ്നം കാണും, യാത്രക്കാരൻ അവൻ്റെ ഡെസ്റ്റിനേഷൻ സ്വപ്നം കാണും. അതിലേക്കായിരിക്കും അവൻ്റെ പ്രയാണവും ചിന്തയൊക്കെ. എന്നിട്ട് പറയുന്നുണ്ട്, അതെങ്ങനെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുക? ഇതാ അസ്ബഹ്ത ഫലാ തൻതളിർ മസാ. നിങ്ങൾ പ്രഭാതത്തിലായ പിന്നെ വൈകുന്നേരം ഞാൻ ജീവിച്ചിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കരുത് കേട്ടോ. ഇതാ അംസൈത ഫലാ തൻതളിർ സ്വബാ. വൈകുന്നേരമായാലോ അടുത്ത രാവിലെ ഞാൻ ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയല്ല ജീവിക്കേണ്ടത്. മറിച്ച് എന്താ വേണ്ടത്? ഇപ്പോഴും മരണാനന്തര ജീവിതത്തെക്കുറിച്ച് എൻ്റെ ആയുസ് അവസാനിക്കുന്ന ബോധ്യം ഉണ്ടാവണം. എന്നാൽ അവിടെ നിഷ്ക്രിയരായി മാറുകയും ചെയ്യരുത്. ഖുർആൻ അങ്ങനെയാണ് നമ്മൾ പഠിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അർത്ഥത്തിൽ, ഈ ബോധ്യത്തോടെ ജീവിക്കാൻ നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. അതാ നിങ്ങൾക്ക് അനുവദിച്ച ക്ഷണികമായൊരു ജീവിതമാണ് ദുനിയാവുള്ളത്. പക്ഷെ അത് പലപ്പോഴും തിരിച്ചറിയാൻ മരണത്തിന്റെ മാലാഖ എത്തുമ്പോഴായിരിക്കും. അല്ലാഹുവേ, അതിനു മുമ്പ് യഥാർത്ഥ ജീവിതത്തെക്കുറിച്ച് തിരിച്ചറിവും ബോധ്യവുമുള്ള മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ദുനിയാവിൽ നീ അനുവദിച്ച ആയുസ് ഓരോ നിമിഷവും തീർന്നുകൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹുവേ, ഓരോ നിമിഷവും നിനക്ക് ഇഷ്ടപ്പെട്ട വിധത്തിൽ ചെലവഴിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ നാഥ. കഴിഞ്ഞ കാലം പരിശോധിക്കുമ്പോൾ എത്രയോ കുറവുകളും പരിമിതികളും ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം ഞങ്ങൾ സൃഷ്ടിച്ചത് മലക്കുകളായിട്ടല്ല, മനുഷ്യരായിട്ടാണ്. അല്ലാഹുവേ, ആ പരിമിതികൾ നിന്റെ റഹ്മത്ത് കൊണ്ട് നീ ഞങ്ങൾക്ക് പുറത്തു തരണേ നാഥ. അല്ലാഹുവേ, ഞങ്ങളുടെ കുറവുകളും കുറ്റങ്ങളുമൊക്കെ നന്മകളാക്കി നീ പരിവർത്തിപ്പിക്കണേ നാഥ. അല്ലാഹുവേ, പരലോകത്തേക്ക് വിട പറയുമ്പോൾ സൽക്കർമ്മങ്ങളുടെ ഭണ്ഡാരവുമായിട്ട് നിന്നിലേക്ക് മടങ്ങാൻ ഞങ്ങൾ അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുവേ, സൂറത്തുൽ അസ്റിൽ പഠിപ്പിച്ചതുപോലെ നഷ്ടകാരികളായ മനുഷ്യരിൽ ഒരിക്കലും നിങ്ങൾ ഉൾപ്പെടുത്തണേ നാഥ. അല്ലാഹുവേ, നിനക്ക് പറയുമ്പോഴും കേൾക്കുമ്പോഴും പിശാചിന്റെ ദുർബോധനത്തിന് അടിപ്പെട്ട് തിരിച്ചറിവില്ലാത്ത മനുഷ്യരെ ഞങ്ങൾ മാറാറുണ്ട്. അല്ലാഹുവേ, ആ പിശാചിന്റെ ദുർബോധനങ്ങൾ രക്ഷപ്പെടാൻ ഞങ്ങളെ സഹായിക്കണേ നാഥ. അച്ചവനെ, റമളാൻ അടുത്തു വരികയാണ്. നിങ്ങൾക്ക് നേർന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ ഒന്നാണത്. അല്ലാഹുവേ, ആ റമളാൻ ഞങ്ങൾ എത്തിക്കണേ നാഥ. റമളാന്റെ സൗഭാഗ്യം നുകരാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുവേ, പല ആളുകളുണ്ട് പ്രയാസപ്പെടുന്ന, ബുദ്ധിമുട്ടുന്ന, രോഗികളായി കിടക്കുന്ന ആളുകൾ. അല്ലാഹുവേ, അവർക്കൊക്കെ നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ നാഥ. അവരുടെ ഒക്കെ പ്രയാസങ്ങൾ ദൂരീകരിക്കണേ നാഥ. അവരുടെയൊക്കെ ബുദ്ധിമുട്ടുകൾ നീ പരിഹരിക്കണേ നാഥ. അവരുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്കൊക്കെ സമാശ്വാസവും അനുഗ്രഹവും നീ പകരണമേ നാഥ. അവരുടെ സമയം, അവരുടെ സ്വബർ നീ അമല സ്വാലിഹാത്ത് നീ പരിഗണിക്കണേ നാഥ.
അല്ലാഹുവേ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിന്റെ ദീനിനെ മുറുകെ പിടിച്ച് നിന്റെ മാർഗത്തിൽ ജീവിതം സമർപ്പിക്കുന്ന ആളുകളെ നമുക്ക് അനുഗ്രഹിക്കണം. ഫലസ്തീനികളെ എപ്പോഴും ഞങ്ങൾ ഓർക്കാറുണ്ട്, സവിശേഷമായി അപ്പോൾ അബൈദയെ പോലുള്ള ആളുകൾ. അല്ലാഹുവേ, അവർക്കൊക്കെ നീ ഷഹാദത്ത് സ്വീകരിച്ച് ഉന്നതമായ സ്വർഗീയ ആരാമങ്ങൾ നൽകി അനുഗ്രഹിക്കണം. അല്ലാഹു അവരെയും ഞങ്ങളെയും ഒക്കെ നിങ്ങളുടെ പ്രിയ ഹബീബ്